ഇവൻ പിന്നെ ആ കൊച്ചിൻ്റെ കൈപ്പിടിയിലാവും. പിന്നെ ശ്രീകാരൻ ശ്രീനിവാസനല്ല ആര് പറഞ്ഞാലും ഇവന് ആ കൊച്ചു പറയേണ്ടത് അനുസരിക്കേണ്ടതായിട്ട് വരും. അത്രയ്ക്കും മിടുമിടുക്കിയ അവൾ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എണീച്ച് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, എടാ ഇങ്ങനെ പിണങ്ങിയിട്ട് എണീച്ച് പോവല്ലേ. പിന്നീട് നമ്മുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇവൻ്റെ കല്യാണത്തിന് നമുക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ലുട്ടാപ്പി പറയുന്നുണ്ട്, എന്താ പിന്നെ വീട്ടുകാരാലോചിച്ച് കിട്ടുന്ന കല്യാണമല്ലേ, അതിന് നമുക്ക് പോവുക തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ വർഷയുടെ അച്ഛനെ കാത്തിട്ടാണ് ഇങ്ങനെ ശ്രീകാന്ത് നിൽക്കുന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നിനക്ക് ഇവിടെ പറയാനുള്ളതെന്നൊക്കെ ഇങ്ങനെ വർഷയുടെ അച്ഛൻ ചോദിക്കും കേട്ടോ. അത് അച്ഛൻ അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇനിയിപ്പം അത് മുളയിലെ നുള്ളണമായിരുന്നു എന്നിങ്ങനെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. എന്ത് പറയാനാ, അവൾക്ക് ഇനി അവളെ മതിയെന്നും പറഞ്ഞുകൊണ്ടല്ലേ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയേ. എന്താണെങ്കിലും നിങ്ങൾക്ക് മുളയിലെ നുള്ളാനായിട്ട് പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇനി അവൾ പറയുന്ന പോലെ അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്താണെങ്കിലും ഒരിക്കലും ഇനിയിപ്പോൾ ഈ കല്യാണം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നിങ്ങനെ ശ്രീകാന്ത് പറയുമ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായേ, അവളെ ഇനി അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അന്നത്തേക്കിനും നമ്മുടെ ശ്രീകാന്ത് പറയും കേട്ടോ, അവർ ഒരു വീട്ടിൽ കഴിയുന്നതേ ഉള്ളൂ, അങ്ങനെ അടുപ്പത്തിലൊന്നും അല്ലെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ ചോദിക്കുന്നത്, അത് നീയാണോ പറയേണ്ടത്, നിനക്ക് എങ്ങനെ മനസ്സിലായി എങ്ങനെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ ഒരു വീട്ടിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഇനി അതിനെക്കുറിച്ചൊന്നും മാറ്റി ഒന്നും ചിന്തിച്ചിട്ടൊന്നും കാര്യമൊന്നും ഇല്ലാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. വർഷയെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നാലോ, നീ എന്താ ശ്രീകാന്ത് ഈ പറയുന്നത്, അവൾ വരുന്നതും കാത്തിട്ട് എൻ്റെ മോൻ ദർശൻ ഇങ്ങനെ കാത്തിരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അവൾ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ടെൻഷനൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുവാണ്. നേരത്തേക്കിനും പറയുന്നുണ്ട്, വിക്രത്തിനെ ഇല്ലാതാക്കാനാണോ, അതല്ലാതെ വേറെ വഴിയില്ലെന്ന് ഇങ്ങനെ ശ്രീകാന്ത് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അതിന് നിൻ്റെ അച്ഛൻ സമ്മതിക്കുമോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അതിനൊട്ടും ഒരു സാഹചര്യമില്ല, നേരത്തെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ അതൊക്കെ സമ്മതിക്കുമായിരുന്നു, ഇപ്പോൾ അതിനൊട്ടും സാധ്യതയില്ല. പിന്നെ വീട്ടിൽ പെണ്ണുങ്ങളാരും ഇത് കേൾക്കണ്ട, അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. അപ്പോൾ ദർശനം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊണ്ടുപോയി കേസും കൊടുത്തെന്നിരിക്കും. അതുകൊണ്ട് ദർശനം അറിയാൻ പറ്റാത്ത രീതിയിൽ ആരും അറിയാതെ വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് അച്ഛൻ്റെ അടുത്ത് പറയുകയാണേ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ചങ്കറപ്പുള്ള ആൾക്കാരാണോ പിള്ളേരാണോ കൂടെ ഉള്ളത്, കേസും വക്കാണോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിനക്കറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കിനും കൂടെ വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് എന്നിങ്ങനെ പറയുകയാണേ. അതിനുശേഷം നമ്മുടെ വിക്രം ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കിനും കമലമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും അതുവഴി രണ്ടുപേര് വരും കേട്ടോ. ആദ്യത്തെ കേട്ടോ ഞങ്ങളോട് പറഞ്ഞില്ല, ഇപ്പോൾ കേട്ടുന്നതെങ്കിലും ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടെ എന്നിങ്ങനെ ഡെക്കറേഷന് വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഡെക്കറേഷനൊക്കെ ഞങ്ങൾ കലക്കിത്തരാം എന്നിങ്ങനെ വന്ന ആൾക്കാർ പറഞ്ഞിട്ടാണ് വിക്രത്തിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്താ അമ്മ ഇത്, എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അതുപോലെ ഡെക്കറേഷൻ കാര്യം നിനക്ക് മനസ്സിലായില്ലേ, എന്താണെങ്കിലും ഇതൊക്കെ വേണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല നിൻ്റെ അച്ഛമ്മയാന്നൊക്കെ ഇങ്ങനെ പറയുവേ. അന്നത്തേക്കും പറയും, ഈ തള്ളേനെ കൊണ്ട് മടുത്ത് എന്നൊക്കെ ഇങ്ങനെ വിക്രം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അതേ അച്ഛമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയും, എനിക്കറിയാം അവർ വരുമെന്ന്. അതേ തള്ള എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കമലമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെയൊന്നും പറയരുത്, തള്ളേന്നൊന്നും വിളിക്കാൻ പാടില്ല, നിൻ്റെ അച്ഛൻ പോലും അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, അച്ഛൻ കേൾക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. നിങ്ങളുടെ രണ്ടാളുടെയും പ്ലാൻ എന്താണെന്നൊക്കെ അമ്മേൻ്റെയും അതുപോലെ വേദൻ്റെയും പ്ലാൻ ആയിരിക്കുമല്ലോ ഇതല്ലേ, ഇതിനൊന്നും എന്നെ കിട്ടത്തില്ല, ഞാൻ അതിനൊന്നും നിന്ന് തരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നത്തേക്ക് നമ്മുടെ കൊച്ചുമോൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഒന്ന് കറക്കാൻ കൊണ്ടുപോകും ചോദിക്കുവേ. ഇല്ല, അന്നേരത്തേക്ക് എനിക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വലിയ കലക്ടർ ഉദ്യോഗമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്ന് മോളെ ചെറിയച്ഛൻ കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും കുഞ്ഞു പറയുന്നുണ്ട്, എന്നാൽ പിന്നെ വേറെ ചെറിയമ്മയും കൂടെ വാന്നിങ്ങനെ പറയും കേട്ടോ. കുഞ്ഞു പിന്നെ വീണ്ടും പറയുന്നുണ്ട്, എന്നെ അവിടുന്ന് കൊണ്ടുവന്ന് നിങ്ങൾ രണ്ടാളും കൂടിയല്ലേ, അപ്പോൾ നിങ്ങൾ രണ്ടാളും തന്നെ എന്നെ കറക്കാൻ കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുമ്പം നമ്മുടെ കമലമ്മ പറയുന്നുണ്ട്, അത് ന്യായമാണ്. നമ്മുടെ വേദന അതുപോലെ വിക്രവും കുഞ്ഞും കൂടി ഇങ്ങനെ ബൈക്കിൽ പോവുകയാണ്. അപ്പോഴത്തേക്കിനും പുറകിൽ നമ്മുടെ ശ്രീകാന്ത് ഏർപ്പെടുത്തിയ ഗുണ്ടക്കാരൻ ഇങ്ങനെ കാറിൽ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുണ്ട നമ്മുടെ വർഷയുടെ അച്ഛനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവൻ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട്, കൂടെ വേദയുണ്ട് കുഞ്ഞുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും, അയ്യോ വേണ്ട, ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ അവരെ ഫോളോ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ ഞാൻ പറയാം, നീ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ എന്നെ ധരിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി, അപ്പോൾ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുവേ. പിന്നെ വണ്ടി കൊണ്ട് ഇങ്ങനെ വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനും വേറെ ചെറിയമ്മയുടെയും അതുപോലെ ചെറിയച്ഛൻ്റെയും കല്യാണം എന്ന് പറഞ്ഞല്ലോ അമ്മ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു പറയുമ്പോഴത്തേക്കിനും എൻ്റെ അമ്മയ്ക്ക് വട്ടാന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട്.
വിക്രം കുഞ്ഞിനോട് എന്തിനാ ഇങ്ങനെ നുണയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവേ. അന്നത്തേക്കിനും നമ്മുടെ കുഞ്ഞു പറയുന്നുണ്ട് കേട്ടോ, അത് ഇപ്പം എന്താണെങ്കിലും കറക്റ്റ് തന്നെയല്ലേ, ശരി തന്നെയല്ലേ, കല്യാണമൊക്കെ ഉറപ്പിക്കുക, കല്യാണം ഒന്നുകൂടെ കഴിക്കുന്നത് എന്തിനാന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു ചോദിക്കും കേട്ടോ. അന്നത്തേക്കിനും പറയും, ആദ്യമേ നിൻ്റെ ചെറിയച്ഛൻ ചെറിയമ്മയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ഭയങ്കര ആയിരുന്നു, ആ ജോലി ചെയ്തിട്ട് വേറെ എന്തോ ജോലി ചെയ്യാൻ പോകാനുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുകൂടെ അപ്പോഴത്തേക്കിനും കെട്ട് മുറുകിയിട്ടില്ലായിരുന്നു, അപ്പോൾ ഇനി ഒന്നുകൂടെ കല്യാണം കഴിച്ചിട്ട് കെട്ട് മുറുക്കാനാന്നൊക്കെ ഇങ്ങനെ പറയേ. ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും കുറേ കാലം ഒരുമിച്ച് താമസിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഉറപ്പിച്ച് കെട്ടാനാണ് വീണ്ടും കല്യാണം എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും വേറെ ഇങ്ങനെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് കുട്ടികളുടെ സംശയമൊക്കെ ദൂരീകരിച്ച് കൊടുക്കേണ്ടത് എന്നിങ്ങനെ വേദ വിക്രത്തിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും വിക്രം പറയുന്നുണ്ട്, നിൻ്റെ സംശയമെല്ലാം ഞാൻ മാറ്റി തരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും എൻ്റെ ഉദ്ദേശം കറക്റ്റാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കും അല്ലേ ഞാൻ വന്നത് എന്തിനാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോഴും വന്നത് എന്തിനാണെന്ന് സംശയമുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും വിക്രം നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഗുണ്ട ഇങ്ങനെ ഇവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഷോപ്പിംഗ് മാളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്, പിന്നെ ബീച്ചിൻ്റെ അവിടെ പോയിട്ട് കളിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഗുണ്ട കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ഇവരിങ്ങനെ കണ്ണുപൊത്തി കളിക്കുകയാണ് കേട്ടോ. വേദ വിക്രത്തിൻ്റെ കണ്ണൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞും അതുപോലെ വേദയും ഇങ്ങനെ ഒളിച്ച് മറിഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നത്തേക്കിനും കുഞ്ഞിങ്ങനെ വന്ന് പാത്ത് നിൽക്കും കേട്ടോ, ഇങ്ങനെ തപ്പി പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ ഗുണ്ട അവിടെ നിന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കും, വാ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത്തേക്കിനും നമുക്ക് അപ്പുറത്തേക്കിനും നമ്മുടെ വേദ ഇങ്ങനെ ഒളിച്ച് കളിക്കുകയാണല്ലോ. അപ്പോൾ വിക്രം ചെന്നിട്ട് നമ്മുടെ വേദനെ ഇങ്ങനെ കണ്ണുപൊത്തിട്ട് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണിലെ കെട്ടൊക്കെ അയച്ച് കഴിയുമ്പോഴത്തേക്കിനും ചെറിയച്ച വാന്നും പറഞ്ഞിട്ട് കുട്ടി ഓടി ചെല്ലുവാണ് അങ്ങോട്ടേക്ക്. അതാ അവിടെ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണേ. എന്താ മുള്ളം ചോദിക്കുമ്പോൾ ദാ അവിടെ എന്നൊക്കെ പറയും കേട്ടോ. മോൾക്ക് വെറുതെ തോന്നിയതായിരിക്കും പാന്നും പറഞ്ഞിട്ട് കുട്ടീനെ വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ. പിന്നീട് അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ കുണ്ട ഇങ്ങനെ പിന്തുടരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വേദയോട് ഇങ്ങനെ വിക്രത്തിനൊരു കോള് വരും, ശ്രീനിവാസിൻ്റെ അവിടെ നിന്നാണ് കോൾ വന്നത്. എന്നിട്ട് പറയും, നീയും കുട്ടിയും കൂടെ ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലോട്ട് പോക്കോ, ഞാൻ വന്നേക്കാന്ന് പറയും കേട്ടോ. അന്നത്തേക്കും വേദ പറയുന്നുണ്ട്, ശ്രീനിവാസിൻ്റെ അടുത്തേക്കായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അത് നീയൊന്നും അറിയണ്ട എന്നൊക്കെ പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ വിക്രം തന്നെ അതുവഴി വന്ന് വണ്ടിയിലോ ഓട്ടോയിലോ രണ്ടുപേരും കയറ്റി അയക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ പോവുകയാണ്, പുറകിൽ ആ ഗുണ്ടയുടെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് വീട്ടിൽ നമ്മുടെ കമലമ്മയുടെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത് പിന്നെ വേണമെന്നൊക്കെ ഇങ്ങനെ നാട്ടുകാർ ചോദിക്കുമ്പോഴത്തേക്കിനും ഒരു പ്രാവശ്യം നടന്നു, ഇത് ഞങ്ങളുടെ ഒരു സമാധാനത്തിന് നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നു എന്നൊക്കെ ഇങ്ങനെ കമലമ്മ നാട്ടുകാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീചേർത്തി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രിയിൽ ഇങ്ങനെ വേദ കുട്ടിക്ക് വന്നിറങ്ങുമ്പോഴത്തേനും നമ്മുടെ അയൽവക്കത്തെ പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സമയത്താണോ കറങ്ങാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. പിന്നെ നട്ടുച്ചയ്ക്കാണ് കറങ്ങാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ വേദന ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, കണ്ണുകെട്ടി കളിച്ചപ്പോഴത്തേക്കും ചെറിയച്ഛൻ വേദനെ ചെറിയമ്മേനെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നന്ദിനിക്ക് ആകെപ്പാട് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോഴും നീ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നിൻ്റെ വിചാരം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നടക്കുന്ന രീതിയിൽ തന്നെ അതെല്ലാം നടക്കും എന്നൊക്കെ ഇങ്ങനെ വേദയും പറയുന്നുണ്ട്. 21 തന്നെ കല്യാണം നടക്കുമെന്നാണ് നിൻ്റെ വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വേദ പറയുന്നുണ്ട്, അന്ന് ഉച്ചയ്ക്ക് കല്യാണത്തിന് പായസം വിളമ്പുമ്പം ഒരു ഗ്ലാസ് പായസം നന്ദിനി എടുത്ത് ഇങ്ങനെ കൂടുതൽ തരും, എന്താ സംശയം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേദ. പിന്നീട് നമ്മുടെ ഗുണ്ടകൾ തീർക്കട, അവനെ അധികം നേരം ഇങ്ങനെ പിന്തുടരുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, CCTV ഇല്ലാത്ത ഏരിയ ആയിരിക്കണം, അവിടെ വെച്ചിട്ട് വേണം തീർക്കാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കൂടെ പോയിട്ട് ഇനി നല്ല സമയമാണ് ഇപ്പോൾ നമ്മോട്ട് വെച്ച് കയറ്റില്ല എന്നൊക്കെ പറയുകയെ. എന്നത്തേക്കും നമ്മുടെ വിക്രത്തിൻ്റെ വണ്ടിക്കെട്ട് ഇങ്ങോട്ട് ഇടിക്കുവാണ്. വിക്രം ഇങ്ങനെ തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കലിങ്ങനായിട്ടൊക്കെ പോയി തല പോയി ഇടിക്കുന്നൊക്കെയുണ്ട്. അന്നത്തേക്കും പിന്നെ അവരിങ്ങനെ മരണോ എങ്ങനെ ശ്വാസം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർ 3.5 വർഷയുടെ അച്ഛനും ശ്രീകാന്തും ഗുണ്ടയും കൂടെ ഇറങ്ങി വരും കേട്ടോ. എന്നിട്ടിങ്ങനെ ഗുണ്ട ഇങ്ങനെ വെട്ടുവാളെടുത്തിട്ട് വെട്ടാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും വർഷയുടെ അച്ഛൻ പറയുവേ, വേണ്ട, സൈബർ സെല്ല് നിന്നെപ്പോലെ ഉണ്ടാക്കന്മാരൊന്നും അല്ല, അവർ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് എത്തും, അതുകൊണ്ട് അത് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനി ഇതുവഴി ആൾക്കാരൊന്നും വരാനായിട്ട് ചാൻസ് ഇല്ല, ഇവിടെ കിടന്ന് ചോര വാർന്ന് ചത്തോളും, വണ്ടി കുറച്ച് ദിവസത്തേക്കിന് പുറത്തേക്കൊന്നും എടുക്കണ്ട, ശ്രീകാന്തെ വാ പോകാമെന്നും പറഞ്ഞിട്ട് വർഷയുടെ അച്ഛൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വഴിയോരത്ത് കിടക്കുന്ന വിക്രമിനെ ഇങ്ങനെ വിട്ടിട്ട് ബാക്കി എല്ലാവരും പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്